ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തനിനാടൻ വിഭവമാണ്. തനിനാടൻ മലബാർ വിഭവമാണിത്. വേറൊന്നുമല്ല, കുഞ്ഞിക്കലത്തപ്പാണിത്. എല്ലാവർക്കും കലത്തപ്പം പരിചയം ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കലത്തപ്പാണിത്. ഇതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് ഡിഷായി കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. പണ്ട് എന്ന് പറയും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ നല്ലൊരു ടീ ടൈം സ്നാക്കായും ഗസ്റ്റ് വരുമ്പോഴും എല്ലാം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ വളരെ ഈസി ആയി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു ഡിഫറെന്റും ആയിരിക്കും ഇത്. നമുക്കിങ്ങനെ വളരെ ഈസിയായി ഈ കുഞ്ഞിക്കലത്തപ്പവും പണ്ടവും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊന്നിയരി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊന്നിയരി എടുക്കുന്നുണ്ട്. പൊന്നിയരിക്ക് പകരമായിട്ട് ബിരിയാണി അരി എടുത്താലും മതി. ഇതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിനെ 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായി ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം പണ്ടം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇതിനെയും 2 മണിക്കൂറോളം സോക്ക് ചെയ്തതിനു ശേഷം വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അരിയാണ്. ഇതിനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുകയാണ്. നമുക്കിതിനെ അരച്ചെടുക്കണം. ഈ അരിയിലോട്ട് ഞാൻ 1/4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയാണ് 1/2 കപ്പ് വരെ ഉപയോഗിക്കാം. അടുത്തതായി ഇതിലോട്ട് ഞാൻ 3 ഏലക്ക ചേർക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ 2 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. നല്ല മധുരം ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഏകദേശം 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ മതിയാവും. അതിനുശേഷം നന്നായി അരച്ചെടുക്കണം. ഈ വെള്ളത്തിന് പകരമായിട്ട് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുത്താലും മതി. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മാവാണിത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇത് കുറച്ചു നേരം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള പണ്ടം റെഡിയാക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യിന് പകരമായിട്ട് വെളിച്ചെണ്ണ എടുക്കാം. പക്ഷെ നെയ്യ് എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറാകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറുതായൊന്ന് വറുത്തെടുക്കണം. എന്നാലും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. നമ്മൾ കുഞ്ഞിക്കലത്തപ്പത്തിൽ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നാലും ഇവിടെ ഞാൻ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ഒരു ഡിഷാണിത്. നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിനെ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പാണിത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി ഡ്രൈ ആയി വരട്ടെ. ഇതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മതി. വീണ്ടും നന്നായി ഇളക്കി ഡ്രൈ ആക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുഞ്ഞിക്കലത്തപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്യുന്ന പണ്ടം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കലത്തപ്പം റെഡിയാക്കാം. ഇവിടെ ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴിഞ്ഞു വരുന്ന ഒരു പാൻ എടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. ആവശ്യാനുസരണം വീണ്ടും വീണ്ടും ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി നമ്മുടെ പാനിനനുസരിച്ച് 2-3 തവി ബാറ്റർ ഒഴിക്കാം. ഞാൻ ഇവിടെ ചെറിയ തവി എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 2.5 തവി ബാറ്റർ ഒഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 തവി ഒഴിച്ചാൽ മതി. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഇതിന് മുകൾ ഭാഗം വെന്ത് വരുന്നതിന് വേണ്ടി ചൂടുള്ള എണ്ണ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി വേണമെങ്കിൽ ചെറിയ സ്പൂൺ എടുത്താലും മതി. പക്ഷെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്പൂൺ എടുക്കുന്നില്ല. ഈ വലിയ തവി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് തിരിച്ചിടാൻ പാടില്ല. ഇങ്ങനെ തന്നെ കിടന്ന് വെന്ത് വരണം. മുകൾ ഭാഗത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടുള്ള എണ്ണ തന്നെ സ്പ്രെഡ് ചെയ്യണം. വേറെ എണ്ണയൊന്നും എടുക്കരുത്. ചട്ടിയുടെ സൈഡിൽ നിന്ന് എടുത്താൽ മതി. അടിഭാഗം ലൈറ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാകും വേണം. എന്നാൽ മുകൾ ഭാഗം നല്ല വെള്ള കളറും ആവും വേണം. അതാണ് കുഞ്ഞിക്കലത്തപ്പത്തിന്റെ പരുവം. അടിഭാഗം കുക്കായി വന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ വേറിട്ട് കിട്ടും. നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അടിഭാഗം എല്ലാം ലൈറ്റ് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത കലത്തപ്പത്തിനുള്ള ബാറ്റർ ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തവി ആയതുകൊണ്ട് ഞാൻ 2.5 തവിയാണ് ഒഴിക്കുന്നത്. മുകൾ ഭാഗത്തോട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈ ചൂടുള്ള എണ്ണ വീഴുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം നന്നായി കുക്കായി വരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടായി നല്ല കൽത്തപ്പത്തിന്റെ ഒരു കൺസിസ്റ്റൻസി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ അടുത്ത കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അടിഭാഗം എല്ലാം ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്, മുകൾ ഭാഗം നല്ല വെള്ള കളറുമാണ്. ഇതുപോലെ നമുക്ക് എല്ലാ കൽത്തപ്പവും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ മലബാർ ഡിഷ് കുഞ്ഞി കൽത്തപ്പം തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ കൂടെ ട്രഡീഷണൽ ആയി സെർവ് ചെയ്യുന്ന പണ്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.